ന്യൂസ് ലൈവ് കൊച്ചിയിലേക്ക് സ്വാഗതം. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ലിയോടെക് സോളാർ സൊല്യൂഷൻസ് പവേർഡ് ബൈ മൈൽ ഫുഡ് സ്റ്റഫ്സ് മൂക്കന്നൂർ, ഗ്രാസിയ ടൂർസ് ആൻഡ് ട്രാവൽസ് നിയർ കൊച്ചിൻ എയർപോർട്ട് ആൻഡ് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ്. കേരളയിലും കീഴടങ്ങൽ. കേരള സർവകലാശാല രജിസ്ട്രാർ ഡോക്ടർ കെ എസ് അനിൽകുമാറിനെ മാറ്റി. കേരള സർവകലാശാല രജിസ്ട്രാർ ഡോക്ടർ കെ എസ് അനിൽകുമാറിനെ സ്ഥലം മാറ്റി. ശാസ്താംകോട്ട DB കോളേജിലേക്കാണ് തിരികെ നിയമിച്ചിരിക്കുന്നത്. അനിൽകുമാറിന്റെ അഭ്യർത്ഥന പ്രകാരമാണ് മാറ്റം എന്നാണ് സർക്കാർ ഉത്തരവിൽ പറയുന്നത്. ഭാരതാംബ വിവാദവുമായി ബന്ധപ്പെട്ട് അനിൽകുമാറിനെ VC സസ്പെൻഡ് ചെയ്തിരുന്നു. കഴിഞ്ഞ ഏതാനും മാസമായി സസ്പെൻഷനിൽ തുടരുന്നതിനിടയിലാണ് ഡെപ്യൂട്ടേഷൻ അവസാനിപ്പിക്കുവാൻ സർക്കാർ ഉത്തരവ്. മോഹനൻ കുന്നുമ്മൽ ആണ് അനിൽകുമാറിനെ സസ്പെൻഡ് ചെയ്തത്. അതേസമയം രജിസ്ട്രാറായി തുടരുവാൻ ആഗ്രഹിക്കുന്നില്ലെന്നും മാതൃവകുപ്പിലേക്ക് മടങ്ങിപ്പോകണമെന്നും അനിൽകുമാർ താൽപര്യം അറിയിച്ചെന്നും ഇതേ തുടർന്നാണ് മാറ്റം എന്നുമാണ് സർക്കാർ ഉത്തരവിൽ വ്യക്തമാക്കുന്നത്. സിസ തോമസിനെ കേരള സാങ്കേതിക സർവകലാശാലയിൽ VC ആയി നിയമിച്ചതിന് പിന്നാലെയാണ് കേരളയിലെ കീഴടങ്ങൽ. ശാസ്താംകോട്ട DB കോളേജിലെ പ്രിൻസിപ്പലായിരുന്ന അനിൽകുമാറിനെ ഡെപ്യൂട്ടേഷൻ അടിസ്ഥാനത്തിലായിരുന്നു രജിസ്ട്രാറായി പുനർനിയമിച്ചത്. ഇക്കഴിഞ്ഞ ജൂലൈയിലാണ് ഭാരതാംബ വിവാദത്തിന്റെ പേരിൽ അനിൽകുമാറിനെ രജിസ്ട്രാർ സ്ഥാനത്തു നിന്നും സസ്പെൻഡ് ചെയ്തത്. പിന്നാലെ വലിയ പ്രതിഷേധങ്ങളും നിയമപോരാട്ടങ്ങളും നടന്നു. സർക്കാരും ഇടതു സംഘടനകളും അനിൽകുമാറിനൊപ്പം നിന്നപ്പോൾ ചാൻസലർ VC മോഹനൻ കുന്നുമ്മലിനെ പിന്തുണച്ചു. ഒടുവിൽ നടന്ന സിൻഡിക്കേറ്റ് യോഗത്തിലും തീരുമാനമാകാതെ വന്നപ്പോൾ അനിൽകുമാറിന്റെ സസ്പെൻഷനിൽ തുടരുകയാണ്. വിഷയത്തിൽ പ്രതികരിക്കുവാൻ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയോ KS അനിൽകുമാറോ സിൻഡിക്കേറ്റ് അംഗങ്ങളോ തയ്യാറായില്ല. അയ്യപ്പ ഭക്തിഗാനം തിരഞ്ഞെടുപ്പ് പാരഡിയാക്കി CPIM-ഉം. മലപ്പുറത്തെ ലീഗ് നേതാക്കളുടെ പേരെടുത്തു പറഞ്ഞ് പാട്ടിറക്കി. അയ്യപ്പ ഭക്തിഗാനം തിരഞ്ഞെടുപ്പ് പാരഡിയാക്കി CPIM-ഉം. മലപ്പുറത്ത് താനാളൂർ പഞ്ചായത്തിലെ 17ാം വാർഡിലാണ് അയ്യപ്പ ഭക്തിഗാനത്തിന്റെ പാരഡി ഇറക്കിയത്. ലീഗ് പ്രാദേശിക നേതാക്കളുടെ പേരെടുത്ത് പറഞ്ഞാണ് പാട്ടിറക്കിയത്. നേതൃത്വത്തിന്റെ അറിവോടെ അല്ല പാട്ടിറക്കിയതെന്നും CPIM വിശദീകരണം. ഇത്തവണത്തെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തന്നെയാണ് CPIM-ഉം അയ്യപ്പ ഭക്തിഗാനത്തിന്റെ പാരഡിയിൽ പാട്ടിറക്കിയിരിക്കുന്നത്. LDF സ്ഥാനാർത്ഥിയുടെ വിജയാഘോഷത്തിനായി ഒരുക്കിയ പാട്ടാണിത്. മുൻ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റിന്റെ മരുമകളാണ് ഇവിടുത്തെ LDF സ്ഥാനാർത്ഥി. കഴിഞ്ഞ 22 വർഷമായി LDF ഭരിക്കുന്ന പഞ്ചായത്തായിരുന്നു താനാളൂർ. ഇത്തവണത്തെ തിരഞ്ഞെടുപ്പിൽ UDF പഞ്ചായത്ത് പിടിച്ചു. 24-ൽ 17 സീറ്റ് നേടിയാണ് UDF ഇത്തവണ ഭരണം പിടിച്ചത്. അതേസമയം തങ്ങളുടെ സ്ഥാനാർത്ഥികൾക്കെതിരെയും സമാനമായ പാരഡി ഗാനങ്ങൾ ഒരുക്കിയിരുന്നുവെന്ന് LDF പറഞ്ഞു. ഡൽഹി വായു മലിനീകരണം. 10 മുതൽ 15 വർഷം വരെയുള്ള വാഹനങ്ങൾ നിരോധിക്കുവാൻ സുപ്രീം കോടതി അനുമതി. ഡൽഹി വായു മലിനീകരണത്തിൽ നടപടിയുമായി സുപ്രീം കോടതി. BS3 വരെയുള്ള വാഹനങ്ങൾക്കെതിരെ നടപടിയെടുക്കുവാൻ സുപ്രീംകോടതി അനുമതി നൽകി. 10 വർഷം പഴക്കമുള്ള ഡീസൽ, 15 വർഷം പഴക്കമുള്ള പെട്രോൾ വാഹനങ്ങൾ നിരോധിക്കുവാനാണ് കോടതി അനുമതി. നേരത്തെ ഇത് വിലക്കിയ സുപ്രീംകോടതി ഉത്തരവ് പരിഷ്കരിച്ചാണ് നടപടി. ഡൽഹി സർക്കാരിന്റെ അഭ്യർത്ഥന മാനിച്ചാണ് ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ ബെഞ്ചിന്റെ തീരുമാനം. അമിക്കസ് ക്യൂറിയും ഡൽഹി സർക്കാരിനെ പിന്തുണച്ചു. കഴിഞ്ഞ തവണ അമിക്കസ് ക്യൂറി വായു മലിനീകരണത്തിലെ ആശങ്ക കോടതിയെ അറിയിച്ചിരുന്നു. കോടതി ഉത്തരവുണ്ടായിരുന്നിട്ടും സ്കൂളുകളിൽ കായിക മത്സരങ്ങളും പരിശീലനങ്ങളും നടക്കുന്നുണ്ടെന്നും അമിക്കസ് ക്യൂറി പറഞ്ഞു. എന്നാൽ മലിനീകരണം നിയന്ത്രിക്കുന്നതിന് സാധ്യമായ നിർദ്ദേശങ്ങൾ മാത്രമേ പുറപ്പെടുവിക്കൂ എന്നായിരുന്നു കോടതിയുടെ മറുപടി. അതേസമയം പുകമഞ്ഞ് കാരണം ഡൽഹിയിലെ വ്യോമ, റെയിൽ, റോഡ് ഗതാഗതം താറുമാറായിരിക്കുകയാണ്. കാഴ്ചാപരിധി 0-ലെത്തിയത് റോഡ് ഗതാഗതവും സ്തംഭിക്കുവാൻ കാരണമായി. ശൈത്യം കനത്തതോടെ ഡൽഹിയിൽ വായുമലിനീകരണവും രൂക്ഷമായി തുടരുകയാണ്. വനിതാ ജീവനക്കാരെയെ കരോൾ ഗാന സംഘത്തിൽ നിന്നും ഒഴിവാക്കി ഗണഗീതം ആലപിക്കണമെന്ന ആവശ്യത്തിൽ വിശദീകരണവുമായി BMS. തപാൽ വകുപ്പിന്റെ തിരുവനന്തപുരം മേഖലാ ആസ്ഥാനത്തെ ക്രിസ്മസ് ആഘോഷത്തിൽ ഗണഗീതം ആലപിക്കണമെന്ന ആവശ്യത്തിൽ വിശദീകരണവുമായി BMS യൂണിയനിലെ വനിതാ ജീവനക്കാരിയെ കരോൾ ഗാന സംഘത്തിൽ നിന്നും ഒഴിവാക്കിയതിനാലാണ് ആവശ്യം മുന്നോട്ട് വച്ചതെന്ന് BMS പ്രതികരിച്ചു. രാഷ്ട്രീയ ലക്ഷ്യത്തോടെയല്ല ദേശഭക്തി ഗാനം പാടണമെന്ന് ആവശ്യപ്പെട്ടത്. ഇടത് യൂണിയനാണ് രാഷ്ട്രീയമായി ഉപയോഗിച്ചതെന്നും BMS സർക്കിൾ സെക്രട്ടറി S. രാജേന്ദ്ര പ്രസാദ് മാധ്യമങ്ങളോട് പറഞ്ഞു. BMS ആവശ്യത്തിൽ എതിർപ്പുമായി ഇടത് കോൺഗ്രസ് അനുകൂല സംഘടനകൾ രംഗത്തെത്തി. ഗണഗീതം ശാഖയിൽ പാടിയാൽ മതിയെന്നും നീക്കം യുവജനങ്ങളെ അണിനിരത്തി പ്രതിരോധിക്കുമെന്നും DYFIയും അറിയിച്ചു.
ആവശ്യം വിവാദമായതോടെ പരിപാടി തന്നെ പോസ്റ്റൽ വകുപ്പ് റദ്ദാക്കി. തിരുവനന്തപുരം മേഖലാ ഓഫീസിലെ ക്രിസ്തുമസ് ആഘോഷത്തിൽ ഗണഗീതം ആലപിക്കണം എന്നാണ് BMS ആവശ്യപ്പെട്ടിരിക്കുന്നത്. നാളെ മേഖലാ ആസ്ഥാനത്താണ് ക്രിസ്തുമസ് ആഘോഷം നടത്തുവാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഗണഗീതം ദേശഭക്തി ഗാനമാണെന്നാണ് BMSന്റെ വാദം. ഗണഗീതം ആലപിക്കുന്നത് വീഡിയോ എടുക്കുവാനും സോഷ്യൽ മീഡിയയിൽ ഇടാൻ അനുവാദം നൽകണമെന്നും അനുമതി തേടിയുള്ള അപേക്ഷയിൽ ആവശ്യപ്പെട്ടിരുന്നു. കുപ്രസിദ്ധ കുറ്റവാളി ബാലമുരുകന്റെ ഭാര്യ ആത്മഹത്യ ചെയ്തു. തെങ്കാശി സ്വദേശിനി ജോസ്ബിനാണ് മരിച്ചത്. തെങ്കാശിയിലെ കടയത്തുമലയുടെ ഇടുക്കിൽ വീണ ബാലമുരുകനെ കുറിച്ച് വിവരമുണ്ടായിരുന്നില്ല. ഇതിന് പിന്നാലെ 8-ാം തീയതി ഭാര്യയും മക്കളും ആത്മഹത്യയ്ക്ക് ശ്രമിക്കുകയായിരുന്നു. തിരുനെൽവേലി മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ച ഭാര്യ ചികിത്സയിലിരിക്കെ മരിച്ചു. 2 മക്കൾ ചികിത്സയിൽ തുടരുന്നു. പുട്ടു രുചികരമാവണമെങ്കിൽ മയിലിന്റെ പുട്ടുപൊടി തന്നെ വേണം. അതിന് ചെമ്പാപ്പുട്ടാണെങ്കിലും അങ്ങനെ തന്നെ. മയിൽ റൈസ് ആൻഡ് ഫുഡ് പ്രൊഡക്ട്സ്, ശ്രേഷ്ഠം സമ്പുഷ്ടം. LDF UDF സഖ്യത്തിന് എല്ലാ പിന്തുണയും. പാലക്കാട് BJP അധികാരത്തിൽ വരാതിരിക്കുവാൻ എന്ത് വിട്ടുവീഴ്ചയ്ക്കും തയ്യാർ മുസ്ലിം ലീഗ്. പാലക്കാട് നഗരസഭയിൽ സഖ്യത്തിന് എല്ലാ പിന്തുണയും നൽകുമെന്ന് പാലക്കാട് ലീഗ് ജില്ലാ പ്രസിഡന്റ്. BJP അധികാരത്തിൽ വരാതിരിക്കുവാനായി എന്ത് വിട്ടുവീഴ്ചയ്ക്കും തയ്യാർ. കോൺഗ്രസും CPIM-ഉം തീരുമാനം എടുക്കണം. ഒരു മേശയ്ക്ക് ചുറ്റും ഇരിക്കണമെങ്കിൽ ഇരിക്കുവാൻ തയ്യാറാണെന്നും മരക്കാർ മാരായമംഗലം വ്യക്തമാക്കി. നിയമസഭാ തെരഞ്ഞെടുപ്പ് ജയപ്രതീക്ഷയുള്ള സീറ്റ് വേണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ലീഗ് വലിയ മുന്നേറ്റമുണ്ടാക്കി. നിലവിലെ മണ്ണാർക്കാടിന് പുറമെ ജയസാധ്യതയുള്ള സീറ്റ് ആവശ്യവും ലീഗ് മുന്നോട്ടുവച്ചു. മണ്ണാർക്കാട്, കോങ്ങാട് മണ്ഡലങ്ങളിലാണ് ലീഗ് മത്സരിക്കുന്നത്. നഗരസഭയിൽ BJP അധികാരത്തിലെത്തുന്നത് തടയുവാൻ LDF-ഉം UDF-ഉം കൈകോർക്കുമോ എന്ന നിർണായക ചോദ്യം പ്രധാന ചർച്ചാ വിഷയമായി മാറിയിരിക്കുകയാണ്. BJPയെ മാറ്റി നിർത്തുവാൻ സഹായകരമായ നിലപാട് സ്വീകരിക്കുമെന്ന് വ്യക്തമാക്കിയ കോൺഗ്രസ് പ്രാദേശിക നേതൃത്വം ചർച്ചകൾക്കുള്ള സാധ്യതയാണ് തുറന്നുവച്ചത്. എന്നാൽ സംസ്ഥാന നേതൃത്വവുമായുള്ള വിശദമായ കൂടിയാലോചനയ്ക്ക് ശേഷം നിലപാട് സ്വീകരിച്ചാൽ മതി എന്നാണ് CPIM-ന്റെ തീരുമാനം. വധശ്രമ കേസ്. BJP നിയുക്ത വാർഡ് കൌൺസിലർക്ക് 36 വർഷം തടവ് ശിക്ഷ. വധശ്രമ കേസിൽ BJP നിയുക്ത വാർഡ് കൌൺസിലർക്ക് 36 വർഷം തടവ്. തലശ്ശേരി നഗരസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട U പ്രശാന്തിനാണ് തടവ് ശിക്ഷ. പ്രശാന്ത് ഉൾപ്പെടെ 10 BJP പ്രവർത്തകർക്ക് കോടതി ശിക്ഷ വിധിച്ചു. CPIM പ്രവർത്തകൻ P രാജേഷിനെ വധിക്കുവാൻ ശ്രമിച്ച കേസിലാണ് ശിക്ഷ. 1,08,000 രൂപ വീതം പിഴയും ഒടുക്കണം. 2007 ഡിസംബറിലായിരുന്നു P രാജേഷിനെതിരായ വധശ്രമം നടന്നത്. തലശ്ശേരി നഗരസഭ കൊമ്മൽവയൽ വാർഡിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ടയാളാണ് U പ്രശാന്ത്. U പ്രശാന്ത് ഉൾപ്പെടെ 10 BJP പ്രവർത്തകർ കുറ്റക്കാരെന്ന് കോടതി കണ്ടെത്തിയിട്ടുണ്ട്. തലശ്ശേരി അഡീഷണൽ സെഷൻസ് കോടതിയാണ് വിധി പറഞ്ഞത്. 2007 ഡിസംബർ 15-നായിരുന്നു P രാജേഷിനെതിരായ വധശ്രമം നടന്നത്. മറ്റൊരു വാർത്തയുമായി കണ്ടുമുട്ടുന്നതുവരെ നന്ദി, നമസ്കാരം.